കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പ്രജിൻ ഈ കലാലയങ്ങളിൽ റാഗിംഗ് വാർത്തകൾ ഇപ്പോൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ അതില് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഈ സമൂഹ മനസാക്ഷിയെ നടുക്കിയ ജയ സിദ്ധാർത്ഥന്റെ മരണം നമ്മൾ ഓർക്കുന്നു. മരണം നടന്നിട്ട് ഇന്നേക്ക് ഒരാണ്ട്. ഈ മരണം വിരൽ ചൂണ്ടുന്നത് വിദ്യാലയങ്ങളും കലാലയങ്ങളും ഉപേക്ഷിക്കേണ്ട അക്രമവാസനയാണ്. അത്രമാത്രം ക്രൂരമായ പീഡനത്തിന് വിധേയനായാണ് സിദ്ധാർത്ഥൻ മരണത്തിന് കീഴടങ്ങിയത്. പൂക്കോട്ട് വെറ്റിനറി കോളേജിൽ നടന്ന ക്രൂര വിചാരണയുടെ ഇരയാണ് ഈ വിദ്യാർത്ഥി. രാത്രി മുതൽ പുലരും വരെ ക്രൂര മർദ്ദനത്തിന് ഇരയാകേണ്ടി വരുന്ന അവസ്ഥ. ഈ സമയമത്രയും സഹപാഠികളുടെ നിന്ദ്യമായ വിചാരണയ്ക്ക് പാത്രമാകേണ്ടി വരുന്ന സ്ഥിതി. ഒടുവിൽ മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച പേരാണ് സിദ്ധാർത്ഥൻ. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 16 രാത്രി വാലന്റൈൻ ദിനാഘോഷം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയ സിദ്ധാർത്ഥനെ തിരികെ ക്യാമ്പസിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷമുള്ള ആ രാത്രി എങ്ങോട്ടും പോകാൻ അനുവദിക്കാതെ രാത്രി 9 മണി മുതൽ തുടങ്ങിയ ക്രൂരമർദ്ദനം. ഹോസ്റ്റലിൽ അർദ്ധനഗ്നനാക്കി നിർത്തിയുള്ള മർദ്ദനമുറകൾ. ബെൽറ്റും ഇലക്ട്രിക് വയറും ഉപയോഗിച്ചും മുഷ്ടി കൊണ്ടും കാൽ കൊണ്ടും തൊഴിച്ചുമുള്ള ആക്രമണം. പുലർച്ചെ 2 മണി വരെ നീണ്ട വിചാരണ. 18-ന് ഉച്ചയോടടുത്ത് കുളിമുറിയിൽ പോയ സിദ്ധാർത്ഥൻ പിന്നീട് മടങ്ങിയെത്തിയില്ല. വാതിൽ തകർത്ത് അകത്ത് കയറിയവർ തൂങ്ങി നിൽക്കുന്ന സിദ്ധാർത്ഥനെയാണ് കണ്ടത്. ഫെബ്രുവരി 23-ന് 12 വിദ്യാർത്ഥികളെ സർവകലാശാല സസ്പെൻഡ് ചെയ്തു. ഫെബ്രുവരി 28-ന് 6 പ്രതികൾ പോലീസ് കസ്റ്റഡിയിലായി. ഇതിൽ SFI പ്രവർത്തകരും ഉൾപ്പെടും. തുടർ ദിവസങ്ങളിൽ കൂടുതൽ പ്രതികൾ പോലീസിന്റെ വലയിൽ. സിദ്ധാർത്ഥന്റെ മരണത്തിൽ 19 പേർക്ക് 3 വർഷം പഠനവിലക്ക് സർവകലാശാല ഏർപ്പെടുത്തി. മാർച്ച് 4 മുതൽ 10 ദിവസത്തേക്ക് കോളേജ് അടച്ചിട്ടു. മാർച്ച് 5-ന് കോളേജ് ഡീനിനും അസിസ്റ്റന്റ് വാർഡനും സസ്പെൻഷൻ. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ സിദ്ധാർത്ഥന്റെ മരണം ആത്മഹത്യ എന്ന സ്ഥിരീകരണത്തിലേക്ക് എത്തിച്ചേർന്നു. കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ച് ഏപ്രിൽ 5-ന് CBI അന്വേഷണം ഏറ്റെടുത്തു. കേസിൽ കുറ്റപത്രം സമർപ്പിച്ചുവെങ്കിലും പോലീസ് കണ്ടെത്തിയതിനപ്പുറത്തേക്ക് ഒരു കണ്ടെത്തലും CBIയിൽ നിന്നും ഉണ്ടായില്ല. സിദ്ധാർത്ഥന്റെ മരണത്തിനിപ്പുറവും നമ്മുടെ കലാലയങ്ങളും വിദ്യാലയങ്ങളും ഇത്തരം ക്രൂരതകളിൽ നിന്ന് വിമുക്തി നേടിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സമീപ ദിവസങ്ങളിൽ കണ്ടത് അത്തരം കാഴ്ചകളിൽ ഒന്നാണ്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. അപ്പോൾ അത് തന്നെയാണ് ഈ പറയുന്നത് പോലെ കഴിഞ്ഞ വർഷം ഈ സമയത്ത് അങ്ങനെ ഒരു ദാരുണാന്ത്യത്തിന്റെ വാർത്തയൊക്കെ പുറത്തു വന്ന് തുടങ്ങിയ സമയമാണ്. അതിൽ എടുത്തു പറയേണ്ട കാര്യം, അന്ന് ഈ വാർത്ത വന്നപ്പോൾ പറഞ്ഞതാണ്, അത് എല്ലാ സമൂഹത്തിന്റെ ഓരോ കോണുകളിൽ നിന്ന് ഉയർന്ന ഒരേ ഒരു സ്വരമാണ്, ഇതുപോലെ ഒരു സിദ്ധാർത്ഥിനി ഉണ്ടാവാൻ പാടില്ല, അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവാൻ പാടില്ല, ഒരു കുട്ടിക്കും ഉണ്ടാവാൻ പാടില്ലെന്ന് പറഞ്ഞു. ആ കുടുംബം അതുപോലെ രംഗത്ത് വന്നു. പക്ഷേ ഇതാ നമ്മൾ കൊച്ചിയിലെ മിഹിറിന്റെ കാര്യം. മിഹിർ മാത്രമല്ല, ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ കോട്ടയത്ത് നടന്ന അതിക്രൂരമായ റാഗിംഗ്, കണ്ണൂരിൽ നടന്ന റാഗിംഗ് കേസുകൾ, അങ്ങനെ റാഗിംഗ് കേസുകൾ, റാഗിംഗ് എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ കേരളത്തിന്റെ പല ഇടങ്ങളിലായിട്ട് ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരാണ്ട്, സിദ്ധാർത്ഥന്റെ ഒരാണ്ട് പൂർത്തിയാവുന്നത് എന്നതാണ് അല്ലേ? അതെ, ഇനിയെങ്കിലും ഒരു കുഞ്ഞ് ഈ റാഗിങ്ങിന് ഇരയായിട്ട് ജീവൻ പൊലിയാതിരിക്കട്ടെ. അതിനുള്ള നടപടികൾ ഇപ്പോൾ നടക്കുന്ന കേസുകളിലൊക്കെ തന്നെ പ്രതിഷേധം നടക്കുന്നത് കർശന നടപടി വേണമെന്ന്. അപ്പൊ കർശനമായ നടപടികൾ തന്നെയാണ് ഇതിൽ വേണ്ടത്. വിദ്യാർത്ഥികൾ എന്ന പരിഗണന വെച്ചുകൊണ്ടുള്ള ആനുകൂല്യങ്ങൾ അത് ലഭിക്കരുതെന്ന് തന്നെയാണ്. കാരണം ഈ ജുവനൈൽ കോടതികളൊക്കെ, ജുവനൈൽ ആക്ടുകളൊക്കെ കുറച്ചുകൂടെ കാര്യക്ഷമമായിട്ടുള്ളതും ആ വകുപ്പുകൾ ചുമത്തി കൃത്യമായ രീതിയിൽ നടത്തിയെങ്കിൽ മാത്രമേ പിന്നീട് നല്ല പൗരന്മാരെ അവർക്ക് വരാൻ പാടില്ല. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഇതിനൊരു കാലതാമസം, വല്ലാത്ത കാലതാമസമാണ് ഇങ്ങനെയുള്ള ശിക്ഷാ നടപടികൾ, നിയമ നടപടികളൊക്കെ. അതിലുള്ള കാലതാമസവും കുറയ്ക്കണം എന്നുള്ളതാണ്. കാരണം ഈ രീതിയിൽ വന്നാൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് തരാനുള്ളൊരു സന്ദേശം എന്തായാലും, നമ്മൾ ഈ അവസരത്തിൽ സിദ്ധാർത്ഥനെ ഓർക്കുന്നു. അവരുടെ മാതാപിതാക്കളുടെ ദുഃഖം അത് നമുക്കറിയാം. അത് എത്ര കാലം കഴിഞ്ഞാലും അത് മാഞ്ഞു പോകില്ല. എന്നാലും അവർക്ക് കരുത്ത് പകരാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കാം, അവരെ ചേർത്ത് പിടിക്കാം.